അപ്പോട്ടാ ഫ്രീ ഫയർ കളിക്കാം നമുക്ക്. ഒന്ന് മിണ്ടാണ്ടിക്കടാ. ഞാനിവിടെ GTA കയറ്റാൻ വെച്ചിട്ടാ ഉള്ളേ. ഇന്ന് GTA കളിക്കൂലോ, ഫ്രീ ഫയർ ഒന്നും കളിക്കൂല. നീ വേണമെങ്കിൽ കണ്ടാ മതി. എന്നാ ഒരു വട്ടം അന്നേം കളിക്കാൻ വിടുവാ. ഞാൻ ഇപ്പൊ നിന്നെ ഇവിടുന്ന് ഓടിക്കുവേ. എനിക്കിന്ന് GTA ആണ് കളിക്കണ്ടേ. ഞാൻ അത് മാത്രമേ ഇന്ന് കളിക്കൂലു. എടാ ഇതാടെ GTA ആയി. നീ നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കേ. ഞാൻ ഇവിടെ ഇരുന്നോളൂ, ഞാൻ കാണുന്നെല്ലാം ഉണ്ട്. ഹായ് അപ്പോട്ടാ, ഹായ് തക്കോട്ടാ. എന്നാ ചെയ്യുന്നു രണ്ടാളും? കുട്ടിമണി, നീ വെറുതെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. നമ്മളുടെ GTA കളിക്കുന്ന തിരക്കിലാണ്. അന്നേം കൂട്ടാ, ഞാൻ അടി ഇരുന്നോട്ടെ അടിക്ക കാണാൻ. ഇരിക്കുവെല്ലാം ചെയ്തോ, പക്ഷെ നമ്മളെ ആയിട്ട് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം. ഇല്ല അപ്പോട്ടാ, ഞാൻ ഒന്നും ചെയ്യൂല. ഞാൻ നോക്കുക മാത്രമേ ചെയ്യൂലൂ. എന്നാ ഇവിടെ ഇരുന്നോ. പിന്നില്ലേ, നിങ്ങൾ കാണുമ്പല്ല അന്നേം വിളിക്കണേ. ആലോചിക്കാം. എന്റെ മക്കളെ, നിങ്ങൾ ഇതെത്ര സമയമായി ഈ ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കുന്നേ? ഇതെന്തെത്ര നല്ലതാച്ചാ? മാമി എന്നാ മാമി ഇന്ന് സ്കൂളിലല്ലോ, അതുകൊണ്ടല്ലേ കാണുന്നേ. അമ്മയൊന്നും തെറ്റില്ലല്ലോ. ഫോൺ ഇവിടെ വന്നാലാണ് ആകെ ഫോൺ കാണാം. മതി മതി, നിർത്ത്. നിന്റെ അമ്മേനെ കണ്ടിട്ടുണ്ടെങ്കിലോ എന്നെ പറയും. പിന്നെ നീ പ്ലീസ് മമ്മി, ഒരു 5 മിനിറ്റ് കഴിയാനായി. 5 മിനിറ്റും കൂടി. നിന്റെ 5 മിനിറ്റ് നിനക്ക് എപ്പോഴല്ലേ 5 മിനിറ്റ്? ഫോൺ എടുക്ക് പോയി കളിച്ചിട്ട് എല്ലാരും ബാപ്പോട്ട് പോകാം. അമ്മ പിന്നെ കളമ്പുവേ. എനിക്ക് പറഞ്ഞ കേട്ടിട്ടില്ലേ? ഫോൺ അവിടെ വെക്ക്. ഫോൺ നോക്കിയാ നല്ലതല്ല. അവിടെ വെക്ക് എന്ന് പറഞ്ഞാ വെക്കുക. അന്ന എടുത്തോ, വേണ്ട ഫോണ്. എടാ നല്ലൊരു കളിച്ചു വന്നേരും. അപ്പാണ് മാറി എനിക്ക് ഫോൺ വാങ്ങിക്കൊണ്ട് പോയ. ബോറടിക്കാൻ തുടങ്ങിയല്ലോ. എന്നാ ചെയ്യാൻ? നമുക്ക് എന്തെങ്കിലും കളിച്ചാലോ? തക്കോട്ടാ, നമുക്ക് മണ്ണ് കളിച്ചാലോ? എന്നിട്ട് വേണേനി നിന്റെ അമ്മ അതിനും നമ്മളെ കലമ്പാൻ വേണ്ടി മണ്ണിൽ കളിച്ചു നിന്നിട്ട്. ഇല്ല, അത് ഞാൻ ചോദിച്ചോളാം. ഞാൻ ചോദിച്ചിട്ട് വരാം അമ്മയോട്. അമ്മേ, നമ്മള് ഒരിക്കൽ മണ്ണ് കളിച്ചോട്ടെ എന്ന്. ഇപ്പൊ എന്തിനാ മണ്ണിൽ കളിക്കുന്നേ? നിങ്ങൾക്ക് എന്തെല്ലാം കളിക്കുന്ന സാധനം ഇടിയുണ്ട്, അതിനെ കൊണ്ടായിട്ട് കളിച്ചാ മതി. എന്നാ അമ്മേ, ഫോണും അമ്മ വാങ്ങിക്കൊണ്ട് പോയി മണ്ണിലും കളിക്കാൻ പറ്റുന്ന. അനക്ക് പിന്നെ ദേഷ്യം വരുവേ. എന്തെങ്കിലും ചെയ് പോയിട്ട്. മണ്ണിൽ കളിക്കുക പോവാന്നേ. ഏട്ടന്മാരെ വാ, അമ്മ വിട്ട് നമ്മളെ കളിക്കാൻ. മണ്ണ് കളിച്ചോന്ന് പറഞ്ഞു. വിട്ടിനാ, എന്നാ വാ കളിക്കാലോ. നമുക്ക് ചോറും കറിയും കളിക്കാട്ടാ. ഓക്കെ കുട്ടിമണി. അച്ഛനും അമ്മയും കുട്ടിയായാലോ? ഞാൻ അച്ഛൻ, കുട്ടിമണി അമ്മ, തക്കു വാവ. അത് നല്ല രസമുണ്ടാകും കളിക്കാൻ. അപ്പോട്ടാ, ചോറ് ഞാൻ വെക്കാം. ചോറും കറിയെല്ലാം ഞാൻ ആക്കിക്കോളൂ. അപ്പോട്ടും പോയിട്ട് സാധനം വാങ്ങ്. കോട്ടം കുഞ്ഞു ഭാവിയല്ലേ, അപ്പൊ ഞാൻ അവിടെ കിടക്കാനൊരു സാധനം വെച്ചിട്ടുണ്ട്. അതിൽ തക്കോട്ടം കിടക്കണം. ഓക്കെ കുട്ടിമണി. കുട്ടിമണി, ഞാൻ സാധനം വാങ്ങിട്ട് വരാട്ടാ. വേഗം വാ അപ്പോട്ടാ. ഞാൻ ചോറൊക്കെ ആക്കട്ടെ അപ്പോഴത്തേക്കും. ചോറ് റെഡി. കുട്ടിമണി, ഇതാ ഞാൻ വറവിനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. വേഗം വറുത്തിച്ച് ചോറും കറി റെഡിയാക്കേ. അയ്യടാ, ഞാൻ ഒറ്റക്കൊന്നും ആക്കൂല. അപ്പാട്ടനും കൂടി ആക്കണം. മൂന്നാളും കൂടി നല്ല കളിയാണല്ലോ. തക്കു കുഞ്ഞാവയാണ് മാമി. ഓനെ നമ്മളവിടെ ഉറങ്ങാൻ കിടത്തിയിട്ടാ ഉള്ളേ. ഇതാ മാമി, ഞാനിവിടെ ഉണ്ട്. ഓക്കെ. ഇനി എല്ലാരും കളി നിർത്ത്. നാളെ എക്സാം അല്ലേ എല്ലാവർക്കും. ഇന്നത്തെ കളി മതി. ഇനി നാളെ കൂടെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വെക്കേഷൻ ആ 10 days. പിന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കളിക്കാം. അതുകൊണ്ട് ഇന്നത്തെ കളി മതിയാക്കിയിട്ട് എല്ലാരും പോയി പഠിക്കേ. അപ്പുനെ തക്കുവിനെ അമ്മ വിളിച്ചോണ്ടേ നിൽക്കുന്നുണ്ട്. ഈ അമ്മേനെ കൊണ്ട് നമ്മള് കളിച്ചു വരുവായിരുന്നു. നല്ല രസം ഉണ്ടേനു. പറഞ്ഞനുസരിക്കേ. അതിപ്പോ പറഞ്ഞിട്ടെന്താ? ഇന്നത്തെ കളി നിർത്താ കുട്ടിമണി. ഇനി നാളെ എക്സാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും കളിക്കാലോ. ഓക്കെ അപ്പോട്ടാ തക്കോട്ടാ, നിങ്ങളെന്നെ വീട്ടിൽ പോയിക്കോ. നാളെ കളിക്കാല്ലേ, എക്സാം എല്ലാം കഴിഞ്ഞിട്ട്. ഹായ് കൂട്ടുകാരെ, ഇപ്പൊ എല്ലാവർക്കും ക്രിസ്മസ് എക്സാം അല്ലേ? എല്ലാരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. നമുക്ക് വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിക്കാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി.
ചാനൽ കാണുന്നവരാണെങ്കിൽ എന്തായാലും